guys, welcome to video channel. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു പസിലാണ് ഉണ്ടാക്കുമ്പോൾ പസിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കവർക്ക് കൈപ്പിടിച്ചോ. അമ്മമാൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ കവർ കൈപ്പിടിച്ചോ. കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഇട്ട് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി. അത് ഞാൻ എ തൊട്ടിട്ട് 4 വരെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഞാൻ എ തൊട്ടിട്ട് എഫ് തൊട്ടിട്ട് ഉണ്ടാക്കിയുള്ളൂ. എന്താ അറിയാം, എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പം ഞാനിത് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. ABCD പസിലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു മെനു ചെയ്യാൻ വിചാരിച്ചു. അപ്പം അതിനായിട്ട് സാമഗ്രികൾ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. അതിനായി സോറി. ആദ്യം തന്നെ നമുക്ക് ഒരു കത്രിക വേണം കേട്ടോ. കത്രിക വേണം. പിന്നെ അതങ്ങനത്തെ കുറച്ച് സ്കെച്ചുകൾ വേണം. ഏതായാലും സ്കെച്ച് കളറായാലും കൂടുതൽ സ്കെച്ചൊന്നുമില്ല, വരയ്ക്കാനൊക്കെ സ്കെച്ച് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇട്ടുണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷേപ്പ് ആയിട്ടില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ബ്രൈറ്റന് എന്താ കൊടുത്തത്, എവിടെ സാധനം ഞാൻ കൊടുത്തത്, ഇത് പറഞ്ഞ വിത്ത് ഡ്രോയിങ് ബുക്ക് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാനിത് എ തൊട്ടിട്ട് എ ഉണ്ട്, ബി, അങ്ങനെ ഞാൻ അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ മേലെ കൂടെ കളറുകൾ കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടത്. ആദ്യത്തെ വീഡിയോനെ എല്ലാവരും അനുഗ്രഹിക്കണം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അത്ര വലിയതെന്ന് ഞാൻ 4th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. ഞാനിത് എല്ലാവരും വീഡിയോ ഇങ്ങനെ ജേണൽ ബുക്കുകൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് മോഹം ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതിലിങ്ങനെ ചെയ്താലോ വ്യൂസ് കിട്ടും. അപ്പോൾ വ്യൂസും സബ്സ്ക്രൈബും തേക്കും. പ്ലീസ് ഒന്ന് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തുടങ്ങിയാലോ. അയ്യോ ഗൈസ്, വിട്ടുപോയി. നമ്മൾ സാമഗ്രികൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിനായിട്ട് നമ്മുടെ ഞാൻ ആദ്യം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കയറിയോ ഗൈസ്? കുഴപ്പമില്ല. സാമഗ്രികൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ 2 പേപ്പർ വേണം കേട്ടോ. ഇത് പ്ലെയിൻ പേപ്പറാണ് നല്ലത്. മറ്റേതാകുമ്പോൾ നമുക്ക് വരയ്ക്കാൻ ഇച്ചിരി പോകുന്നു. സാമഗ്രി കാണിച്ചു ഞാൻ, എന്നാലും ഒന്നുകൂടി കാണിക്കാം. പിന്നെ സ്കെച്ച് ഇത്ര വേണ്ടുള്ളൂ. നമുക്ക് തുടങ്ങിയാലോ. ഒന്ന് കയറി ഗൈസ്, ഇങ്ങനെ കയറി കുഴപ്പമില്ല. നമുക്ക് മാറ്റി വെച്ചിട്ട് പുതിയ പേപ്പർ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതെങ്ങനെ മടക്കണ്ടെന്ന് കാണിച്ചിരിക്കും. ക്യാമറ തിരിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. എങ്ങനെയാണെന്ന് നിൽക്കുന്നത് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. അപ്പം ഗൈസ് പേപ്പർ എടുത്തില്ല. അത് അച്ഛൻ വന്നോട്ട് ഇങ്ങോട്ട് വരണ്ട പറയാൻ വന്നതാണ്. അപ്പം ഞാൻ ഇതെങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനായിട്ട് ചതുരത്തിലൊന്ന് മടക്കി കൊടുക്കണേ. കറക്റ്റ് ലെവലായിട്ട് വരണം. പിന്നെ അത് കാണണം ഇതെങ്ങനെ മടക്കി കൊടുക്കണം. പിന്നെ അതിനെ തിരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. പിന്നെ ഇതിനെ നമ്മൾ ഇങ്ങനെയും കൂടി മടക്കി കൊടുത്താൽ നമ്മുടെ ബുക്കിൻ്റെ ഷേപ്പ് അങ്ങോട്ട് കറക്റ്റാവും. അത് നിങ്ങൾ ഈ ഒരു ഭാഗവും ഈ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം കഴിഞ്ഞ്
അടുത്ത ഭാഗം. ഇതെന്താ വെച്ചാൽ നമ്മുടെ പേജുകളെല്ലാം ഒരേപോലെ വരാനാണ് കേട്ടോ. കൈ മുറിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഒരു പേപ്പർ എന്തെങ്കിലും എടുക്കാൻ, ഇത് ഇങ്ങനെ ഇട്ട് വയ്ക്കാനോ കണ്ടില്ലേ. നമുക്കിത് കളയണ്ട കേട്ടോ, അത് ഫുള്ളായിട്ട് കളഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഈ സാധനങ്ങളൊക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ പശയില്ല കേട്ടോ. ഇത് ആദ്യത്തെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ കയറി ഗൈസ്. ഒരു മിനിറ്റ്, അതിവിടെ മുറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് ഫുള്ളായിട്ട് മുറിയാൻ ശ്രദ്ധിക്കണം. നിങ്ങളിത് തുറക്കുമ്പോൾ അത് മുറിഞ്ഞു പോകും. ഇത് ചീത്തയായി പോകും, പേപ്പർ ചീത്തയായി പോകും, കഷ്ടപ്പെട്ടത് ഇല്ലാണ്ടാവും. അപ്പോൾ അതാട്ടെ ഇങ്ങനെയും കണ്ടിങ്ങനെ ഒട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കീറാതെ ഒന്ന് കീറി കൈസൻ്റെ സാരമില്ല. കീറി ഒന്ന് എൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പക്ഷെ ചെറുതാകുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് വിട്ടെടുത്ത് കൊടുക്കുക. ഏതൊക്കെയാണ് അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതില്ലേ, അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ആകുമ്പോൾ ഇത്തിരി കൂടി ഈസിയാവും. എല്ലാം കൂടി പിന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ആയിട്ട് വന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഷോർട്സ് ആവോ ലോങ് വീഡിയോ ആവോ എന്നറിയില്ല, നിങ്ങൾ തന്നെ കണ്ടോ. അത് ഞാൻ ഇതിനായിട്ട് ഒന്ന് പറയാം. ഇത് ഇനി ഒന്നുമില്ല. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ആയി കിട്ടിയിട്ട് ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ വേണച്ചാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം ഇങ്ങനെ നോട്ട്ബുക്ക് മാറി മടക്കിയെടുക്കാം. അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തെടുത്ത് ഇനി നമ്മൾ അടുത്ത ലെറ്റർ ചെയ്യാൻ പോവാണ്. ഒരു പേപ്പർ എടുത്തിട്ട് അതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇവിടെ വേണച്ച് കട്ട് ചെയ്ത് എന്തെങ്കിലും ഡിസൈൻ ആക്കിയ. പിന്നെ ഇത് ഞങ്ങൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മറന്നു. ഇങ്ങനെയാണ് ചെയ്തത് ഞാൻ ഫസ്റ്റ്. ഇതിങ്ങനെ ആക്കിയിട്ട് ഒരു സൈഡിൽ എഴുതുകയാണ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആയി വരുമോയെന്നറിയാം. ഞാൻ ഇപ്പം ഇവിടെ ഒരു കുഞ്ഞ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ആവശ്യം വന്നാലും എന്തെങ്കിലും ഇതിൻ്റെ ഒരു പെട്ടി ഇതിൻ്റെ പെട്ടിയിലിട്ട് വയ്ക്കാൻ അത് ഞാനൊരു വീഡിയോയിൽ പറയാവേ. ഞാൻ അതിനായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അത് സെൻട്രലായില്ല, ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് ചെയ്യുന്നത്, ഇവിടെയാണ്. എവിടെയെങ്കിലും സ്ഥലത്ത് ചെയ്യാം. ചിലപ്പോൾ അത് വലുതും ചെറുതൊക്കെ ആവും, അത് പറയാൻ പറ്റില്ല. നമുക്ക് ABCDEF G ഇങ്ങനെ ചെയ്യാണ്. ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് പെട്ടെന്ന് ABCD ഒക്കെ പറയാൻ കിട്ടുന്നില്ല. മനസ്സിലുണ്ട്, പക്ഷെ അത് പറയാൻ കിട്ടുന്നില്ല. എഴുതാൻ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്ന് മിസ്സിങ് ആണ് കേട്ടോ. അതെനിക്ക് അത്ര ആലോചിച്ചും കിട്ടുന്നില്ല. ഈ വീഡിയോ കട്ടാക്കിയാൽ ഈ വീഡിയോ ഫുൾ ഞാൻ ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ കറക്റ്റുള്ള ABCD നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ABCD സെഡിൻ്റെ അവിടെ ഒരു കുറവുണ്ട്. Y കഴിഞ്ഞിട്ട് ഏതെങ്കിലും അക്ഷരം വിട്ടുപോയിട്ടോ എന്ന് അറിയണേ. ഇപ്പം ഞാൻ F ആക്കി. ഇനി J ആണ്. J ആയിട്ട് ഇതാ ഒരു പേപ്പർ എടുക്കും. എന്നിട്ട് നമുക്കിതിൽ J എന്ന് വരച്ച് കൊടുക്കാം. ഇങ്ങനെയൊന്നും
ജെ വരച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അത് ഇവിടെ മുട്ടാണ്ട് വരയ്ക്കണം കേട്ടോ. ഞാനൊന്ന് മുട്ടിപ്പോയി. മുട്ടാണ്ട് വരയ്ക്കണം. എനിക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് അടിക്കാം. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അടിച്ച നമുക്ക് കളർ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെന്തെങ്കിലും എഴുതാം. എന്ന് വെച്ചാൽ ചിത്രം എഴുതണോ അത് നമുക്ക് എന്തെങ്കിലും വേർഡ് എഴുതണം. നമുക്ക് ചിത്രം എഴുതണം, വേർഡ് എഴുതാം. നമുക്ക് ചിത്രം വേർഡും എഴുതാം. ഞാൻ എന്തെങ്കിലും നല്ല വാക്കുകൾ, സ്വീറ്റ്, ക്യൂട്ട്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതാം. ഞാൻ എന്നാലും സ്വീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വീറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ഹാർട്ട് ഇമോജിയോ അങ്ങനെ എന്തെങ്കിലും വരച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ജി ഫിനിഷ് ആയിരിക്കും. അടുത്തത് എച്ച്. കുറേ സമയം എടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഫുള്ളാക്കണം കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ ഒന്നും കാണിച്ചു തന്നില്ലേ, ഒന്നും കൂടി കാണിച്ചു തരണം. കാണിച്ചു തരാം. അപ്പം അതിന് 11.9 ലൈവ് ആവുമെന്ന് തോന്നും കഴിച്ചത്. അപ്പം ഞാൻ ഇപ്പോൾ 2 കാണിച്ചതിൻ്റെ ഇത് ഫുള്ളും കാണിച്ചു തന്നാൽ ഇതൊരു ലൈവ് ആവും, അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ആവില്ല. അതാണ് ഞാൻ ഇനി അച്ചും കൂടി കാണിച്ചത്. അതേപോലെ തന്നെ അച്ച് ഇപ്പോൾ ഒന്നും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ സിമ്പിൾ. ഒരു പേപ്പർ എടുക്കുന്നു, അത് ഇതുപോലെ കട്ട് ചെയ്യുന്നു, അതുപോലെ കട്ട് ചെയ്തിട്ട് എഴുതണു, പ്ലീറ്റ് ആക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെ കളിക്കാൻ കൂടി പറഞ്ഞുതരാം. സമയം ഉണ്ടാവുമോ? എത്ര മണി സമയം? 7 ആവാനായി. ഞാൻ 6:30 ഇതാക്കി എച്ച് വേഗം നമുക്ക് ചെയ്യാം. എനിക്ക് സമയം തീരെ ഇല്ല. പഠിക്കണ്ട് ഗൈസ്. അയ്യോ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മുടെ എച്ച് റെഡി ആയെങ്കിൽ ഇനി നമ്മളിതെങ്ങനെ കളിക്കുക കാണിച്ചു. ആദ്യം തന്നെ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ തിരിച്ച് വയ്ക്കണം. ഞാനിതിൽ എൻ്റെ ഫസ്റ്റത്തെ 2 പേജ് ഇതല്ല, ഇതുണ്ട്, ഇതിൻ്റെ ബുക്കിൻ്റെ ഒരു പേരായിട്ട് ഞാൻ കൊടുത്തേക്കണം. അങ്ങനെ നമുക്കിത് ഒന്ന് ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുക്കാം. വേഗം കൊടുക്കണം കേട്ടോ ഗൈസ്, എനിക്ക് സമയമില്ല. നിങ്ങളിപ്പോൾ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ. അമ്മ ഇപ്പോൾ മേലത്തെ വീട്ടിലേക്ക് പോയിക്കുക. എൻ്റെ 3 യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ, ഒന്ന് എൻ്റെ ഫാദറിൻ്റെ യൂട്യൂബ് ചാനൽ കേട്ടോ. എനിക്ക് പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫോണിലത്തെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇതിലത്തെ 3 നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ വ്യൂസ്. അപ്പം ഞാനത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനൊന്ന് വേഗം ഒന്ന് പസിലാക്കി ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം. എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല, അതാണ് വലിയൊരു എങ്ങനെയെങ്കിലേക്ക് പഠിക്കണം കേട്ടോ വയസ്സ്. അപ്പോൾ ഇതിങ്ങനെ നീക്കാം. കുറച്ച് സ്പേസ് വിട്ടുണ്ടാവും. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കൊട്ടയില്ല ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പൊളിച്ചേനെ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തട്ടങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.